കടത്തുരുത്തി പഞ്ചായത്തിൽ മഴക്കെടുതിയെ പ്രതിരോധിക്കുവാനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനും ജനപ്രതിനിധികളുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. കഴിഞ്ഞ ദിവസം വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ യോഗവും ചേർന്നിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തുന്നവർക്ക് എല്ലാവിധവുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുവാനും ഒരാളെയും മടക്കി അയക്കാതെ സംരക്ഷിക്കുവാനും നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റോയ്സ് ജോർജ് പറഞ്ഞു. അതിന്റെ ഫുൾ കൺട്രോൾ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്, അതിന് ഇൻവെസ്റ്റ്മെന്റ് പൂർണ്ണമായിട്ടും കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്. ഗവൺമെന്റ് ഇതിന് കൃത്യമായ മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ ഈ പറയുന്ന തഹസീൽദാർക്കും അതല്ലെങ്കിൽ പോലീസിനോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്കോ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാം, അല്ലെങ്കിൽ നമുക്ക് അത് പരിഹരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാതെ അവിടെ നടക്കുന്ന പരിപാടികളിൽ എത്ര പേര് പങ്കെടുക്കണം, ഇന്ന ആളുകളെ പങ്കെടുപ്പിക്കാൻ പാടില്ലെന്നുള്ള ഒരു നിബന്ധനയും ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. കാരണം 24 മണിക്കൂർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ. അതൊരിക്കലും ഇവർ പറയുന്ന പോലെ 5 മണിയാകുമ്പോൾ വന്ന് ഇത്ര പേരേ ഉള്ളൂ, ഇനി ആരും കേട്ടില്ലെന്ന് പറയുന്ന ആ സമീപനം നമുക്ക് പറ്റിയില്ല. നമ്മൾ പോയിക്കൊണ്ടിരുന്നതല്ലോ. ഒരാൾ ആവശ്യപ്പെട്ട അഭയം തേടി നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരു കാരണവശാലും അവരെ നമ്മൾ മാറ്റി നിർത്തുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. വിവിധ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളിൽ സമഗ്ര ഇടപെടൽ നടത്തുവാനും യോഗം തീരുമാനിച്ചു. ക്യാമ്പുകളിലുള്ളവരുടെ ആരോഗ്യ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും ലഭ്യമാക്കുന്നതിനും യോഗം നടപടി സ്വീകരിച്ചു. വീടിന്റെ പുറത്തിറങ്ങാൻ കഴിയാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടതാ സഹായങ്ങളും എത്തിച്ചു നൽകുവാനും യോഗം തീരുമാനിച്ചു. വിവിധ ദുരിതബാധിത പ്രദേശങ്ങളിൽ സന്നദ്ധ സേവനം ചെയ്ത ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും യോഗം അനുമോദിച്ചു. ആവശ്യമെങ്കിൽ മാന്നാറിൽ പുതിയ ക്യാമ്പ് തുറക്കുവാനും യോഗം അനുമതി നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പൂർണ്ണമായ ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾ കാണുന്നു. ഉദ്യോഗസ്ഥരുടെ അനാവശ്യ ഇടപെടലോ നിയന്ത്രണങ്ങളോ പരിഗണിക്കേണ്ടതില്ലെന്നും ക്യാമ്പിലെത്തുന്ന ഒരാളെയും മടക്കി അയക്കാൻ പാടില്ലെന്നും യോഗം തീരുമാനിച്ചു.